ഹായ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടുകൾ എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു. ആ ഡൗട്ടുകളൊക്കെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ഒരു വലിയ പ്രതീക്ഷ തന്നുകൊണ്ടാണ് ഈ ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും അറിഞ്ഞു കാണും. അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ 23-ാം തീയതി മുതൽ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു വലിയ അവസരമാണ്. കുറെ ആളുകൾ ഡൗട്ട് അടിച്ച് നിന്നിരുന്ന ഒരു സാധനത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ നമുക്ക് മാറിയിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്രാവശ്യത്തെ ഗ്രൂപ്പ് ഡി എക്സാമിന് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുമെന്ന് കുറേ പേര് ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഡൗട്ട് അടിച്ചിരുന്ന കാര്യമാണ്. ആ കൺഫ്യൂഷൻ മാറിയിരിക്കുകയാണ്. 10th ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ ആളുകൾക്കും റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കൂടാതെ ഇപ്രാവശ്യം 18 to 36 വരെയുള്ള എല്ലാ ആളുകൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ ഒരു LDC എക്സാം 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷ വിളിച്ചാൽ നമ്മുടെ 14 ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഏകദേശം 13-14 ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്യുന്നത്. എന്തിന്? LDC എക്സാം. അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റെയിൽവേയുടെ കേന്ദ്ര ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരുന്ന ഒരു വളരെ വലിയ എക്സാം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നിസാരമായ അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ. അപ്പോഴും ഞാൻ പറയുന്നു, PSCയുടെ ഒരു ലൈനിലൊന്നും പഠിച്ചാൽ പോരാ. നമ്മൾ ഒരു സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് നേച്ചറിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. കുറെ ആളുകൾ ഇപ്പോൾ PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ റെയിൽവേയുടെ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ആ PSCയുടെ ഇപ്പോൾ LDCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലൈനിലൊന്നും പഠിച്ചാൽ പോരാ. പല ആളുകളും നിങ്ങളെ അത്തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ മിസ്ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ PSC പഠിച്ച ആ ലൈനിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന രീതിയിൽ പല സെന്ററുകളും പല യൂട്യൂബ് ചാനലുകളും ഒക്കെ നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറയില്ല. റെയിൽവേയുടെ NDPC അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്ത്, ഇപ്പൊ ദിശയുടെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, 2500ഓളം ക്ലാസ്സുകൾ റെയിൽവേ SSC ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ മക്കളെ. ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമുക്ക് 23-ാം തീയതി മുതൽ ഇതിന് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. 10ാം ക്ലാസ് മതി നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് 36 വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കുറെ ആളുകൾക്ക് ഡൗട്ടാണ് ഇതിലെ പോസ്റ്റുകൾ ഏതൊക്കെയാണ്. ഇതിന്റെ ടോട്ടൽ വേക്കൻസി നമുക്ക് തുടക്കത്തിൽ വന്നത് 32,000 ആണ്. പക്ഷെ 32,000 ഒന്നും അല്ലടാ ഇതിന്റെ വേക്കൻസി. ഞാൻ ക്ലിയർലി പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചത് 50,000ഓളം വേക്കൻസി ആണെങ്കിലും അതിൽ കൂടുതൽ ആളുകളെ അവിടെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ വിളിക്കുന്ന പോസ്റ്റുകൾ വളരെ വലിയ പോസ്റ്റുകളല്ല, ചെറിയ പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷത്തോളം ആളുകളെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് എബിലിറ്റി ഉള്ള പോസ്റ്റ് തന്നെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി. ചെറിയ പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, സോൺ വൈസ് എത്രത്തോളം വലിയ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒരുപാട് ഏരിയകളിലേക്ക് ആളുകളെ ആവശ്യമാണ്. ഇപ്പോൾ ട്രെയിനുകളുടെ കൂട്ടിമുട്ടലുകളും പ്രശ്നങ്ങളും ഒക്കെ കിടക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു കാര്യം നല്ലൊരു വേക്കൻസി വരാൻ ചാൻസ് ഉണ്ട്. അതിനെ സാധൂകരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള 10th or ITI മതി നമുക്ക് എന്തിന് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് എന്നുള്ള അപ്ഡേറ്റ് എല്ലാവരും അറിഞ്ഞു കാണും. അറിഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. 10ാം ക്ലാസ് നമുക്ക് ക്വാളിഫിക്കേഷൻ മതി, അല്ലെങ്കിൽ ITI മതി. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളിലേക്ക് ഈ വീഡിയോ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ പഠിക്കണം, എന്താണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒരു അവയർനെസ് എന്ന പോലെ ഷെയർ ചെയ്യുക. ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, 14 ലക്ഷത്തോളം ആളുകൾ LDCക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത്രത്തോളം അവസരം വരുന്ന പോസ്റ്റിലേക്ക് കേരളത്തിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യുന്നില്ല? ഈ ഒരു അവയർനെസിന്റെ ഭാഗമായിട്ടെങ്കിലും നിങ്ങൾ ആളുകളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ള ഏതെങ്കിലും ഒന്ന് മതി. 10th പാസ്സായിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്
10ാം ക്ലാസ് ആണ്. ഏജ് എന്ന് പറയുന്നത് കൊറോണയുടെ ഒരു കണ്ടീഷനോടെ വന്നിട്ട് 36 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ആ ഒരു ഏരിയ അറിയാമല്ലോ. ഞാൻ മറ്റൊരു അൺഒഫീഷ്യലായി വന്നൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഒരു 38,000 വേക്കൻസി വന്നത്, 32,000 വന്നതെങ്കിലും അത് ഏകദേശം 58,000 മാറ്റിയിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. അത് ഏകദേശം കറക്റ്റ് ആവാനാണ് ചാൻസ്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് വേക്കൻസി കിടക്കുന്ന ഒരു സാധനം തന്നെയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റ്. നിങ്ങൾ ആ പോസ്റ്റുകളൊന്ന് നോക്കൂ, ഒരുപാട് പോസ്റ്റുണ്ട്. ട്രാക്ക് മെഷീൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ്, ട്രാക്ക് മെയിൻ്റനൻസ്, അസിസ്റ്റന്റ് പോസ്റ്റുകൾ തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് 32,438 എന്നുള്ള വേക്കൻസി 58,242, അതായത് ഏകദേശം 60,000 വേക്കൻസിയിലോട്ട് നമ്മുടെ വേക്കൻസി മാറിയിട്ടുണ്ട് എന്ന കാര്യം വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ ആളുകളും അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദിശ അക്കാഡമി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളിലേക്ക് ഈ സ്റ്റാഫ് സെലക്ഷനെ കുറിച്ച്, റെയിൽവേയെ കുറിച്ച്, അല്ലെങ്കിൽ അത്തരം എക്സാമുകളുടെ ഇമ്പോർട്ടൻസുകളെ കുറിച്ച്, സാധ്യതകളെ കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനത്തിന്റെ ഊർജം വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റുകളൊക്കെ മനസ്സിലായല്ലോ, ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. വേക്കൻസികളും ഞാൻ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വേക്കൻസി ഉറപ്പായിട്ടും കൂടും. അപ്പോൾ ഇത്രത്തോളം വേക്കൻസി ഇല്ലേടാ, പിന്നെന്താ പഠിക്കുന്നതിന് നമ്മൾ മടി കാണിക്കുന്നത്? ഉറപ്പായിട്ടും ഇത് എല്ലാവരെയും കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഇതിൻ്റെ ഓൺലൈൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്? 23 ജാനുവരി, അതായത് വരാൻ പോകുന്നേ ഉള്ളൂ. പല ആളുകളും എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നില്ല. എന്നോട് ഞാൻ നമ്മുടെ അക്കാഡമികളിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്നവരോട് ചോദിക്കുമ്പോൾ ചില ആളുകൾ ചില എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നില്ല, അവരറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആളുകളിലേക്ക് എത്തിക്കണം, നിങ്ങൾ ആളുകളെ അറിയിക്കണം. അപ്പോൾ 23-ാം തീയതി മുതൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 22-ാം തീയതി ഫെബ്രുവരി വരെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ജൂണോടുകൂടി ഇതിൻ്റെ പരീക്ഷ, ജൂൺ ജൂലൈയോടുകൂടി പരീക്ഷ ഉണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ? ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ തന്നെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? പല ആളുകൾക്കും അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ നമ്മുടെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇതൊന്നും വലിയ സാധനങ്ങളൊന്നുമില്ല. അതും കൂടെ ഞാൻ ഡീറ്റെയിലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് ഓൺലൈൻ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ, എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്നുകൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മക്കളെ, ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് വരുന്നത് 25 ക്വസ്റ്റ്യൻസ് സയൻസിന്റെ ഏരിയയിൽ നിന്നും, 25 ക്വസ്റ്റ്യൻസ് മാത്സിന്റെ ഏരിയയിൽ നിന്നും, റീസണിംഗ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിയിൽ നിന്നും 30 ക്വസ്റ്റ്യൻസും, അതുപോലെ ജനറൽ അവയർനെസ്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, PSC മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയ മാത്രമേ, 20 മാർക്കിന്റെ ഒരു ഏരിയ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ളൂ. നിങ്ങൾ കൃത്യമായി മാത്സ് പഠിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾ കൃത്യമായി റീസണിങ് പഠിക്കേണ്ടിയിരിക്കുന്നു, അതുപോലെ ജനറൽ സയൻസും വൃത്തിയായി പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, SSC RRB പ്രിപ്പയർ ചെയ്യുന്ന ആ മോഡ് അറിയാവുന്നവരുടെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾ കൃത്യമായി RRB ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറയുന്നത് ഒരിക്കലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. കൃത്യമായി നിങ്ങൾ മാത്സ് പഠിക്കണം, കൃത്യമായി നിങ്ങൾ റീസണിങ് പഠിക്കണം. അതിനൊക്കെ 25 മാർക്ക് മാത്സിനുണ്ട്, 30 മാർക്ക് റീസണിംഗ് ഉണ്ട്. അപ്പം തന്നെ 55 മാർക്ക് ഇവിടെ കിടക്കുക. നമ്മുടെ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ, മാത്സ് റീസണിങ്ങിന്റെ വെയിറ്റേജ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ആണ് അവിടെ വന്നിരിക്കുന്നത്. അത് വൃത്തിയാക്കി മനസ്സിലാക്കി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കൂടാതെ എന്താണ്, 25 മാർക്ക് സയൻസിന്റെ ഏരിയ കൂടി ഉണ്ട്. അപ്പോൾ 20 മാർക്ക് GKയുടെ സൈഡ് മാത്രമേ ഉള്ളൂ PSCയുടെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഈ ഒരു ചേഞ്ച് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദിശ അക്കാഡമിയെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നിരവധിയായിട്ടുള്ള 2500ഓളം ഫ്രീ ക്ലാസ്സുകളുള്ള കേരളത്തിലെ ഏക അക്കാഡമിയാണ് ദിശ അക്കാഡമി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദിശ അക്കാഡമിയിലേക്ക് വിളിക്കാം. കൂടാതെ ഇതൊരു ഓൺലൈൻ ടെസ്റ്റ് ആണ്, 90 മിനിറ്റ് ആണ് പരീക്ഷ, 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻസും 100 മാർക്കുമാണ് വരുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ വരുന്ന പരീക്ഷ, ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് മോക്ക് എക്സാംസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോവാതെ ഒരിക്കലും നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. ടോപ്പിക്കുകൾ കൂടി മനസ്സിലാക്കിക്കോ. എന്തുണ്ട് മക്കളെ? മാത്സിൽ നിന്ന് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, LCM, പെർസെൻറ്റേജ്, ടൈം ആൻഡ് വർക്ക്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ട്രിഗണോമെട്രി, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ, ക്ലോക്ക്, പൈപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി നമ്മൾ
നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ റീസണിങ്ങിൽ നിന്നും നമ്പർ സീരീസ്, കോഡിങ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ വെൻ ഡയഗ്രംസ്, അതുപോലെ ഡേറ്റ സഫിഷ്യൻസി, കൺക്ലൂഷൻ, അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ്, അനലോഗി, ഡയറക്ഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് റീസണിങ്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവിടെ 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം 55 മാർക്ക് ഈ ഒരു ഏരിയയിൽ കിടക്കുകയാണ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ 25 മാർക്കാണ് വരുന്നത്. ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, അതുപോലെ കെമിസ്ട്രി ഉണ്ട്. ഒരു 10th ബേസ് മതി. നമുക്കിത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് നേടിയെടുക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ് ആൻഡ് GK എന്ന് പറയുന്ന പാർട്ടിൽ ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്യുന്നവരായിരിക്കണം. കൃത്യമായ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈലിലൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിലബസ് എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. പറഞ്ഞു കൊടുത്തോളൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കുട്ടികളിലേക്ക് ഈ കാര്യം കൃത്യമായിട്ട് എത്തിക്കൂ. അവരെ ഇങ്ങനെ തന്നെ നിങ്ങൾ സിലബസ് മനസ്സിലാക്കി കൃത്യമായി പഠിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കൂ. കൂടാതെ എന്താണ് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്? കുറെ പേർക്ക് വിചാരിച്ചു എന്താണ് സാർ ഇത് വലിയ ഒന്നുമില്ല. ഇവിടെ ഒരു 35 കിലോ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റേഴ്സ് 2 മിനിറ്റിൽ എന്ത് ചെയ്യണം? ഓടണം. പിന്നെ അതുപോലെ തന്നെ 1000 മീറ്റേഴ്സ് 4 മിനിറ്റ്സിൽ ഓടണം. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യം 35 കിലോ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റിനകത്തോട്ട്, ഇത് താഴെ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് 1000 മീറ്റർ 4 മിനിറ്റിനകത്ത് ഓടണം, 4 മിനിറ്റ് 15 സെക്കൻഡിൽ ഓടണം എന്നുള്ളതാണ് ഇതിന്റെ. ഇനി ഫീമെയിൽ വരുമ്പോഴും ഉണ്ട് 20 കിലോ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് എന്താണ് 100 മീറ്റേഴ്സ് 2 മിനിറ്റിൽ ഓടിയാൽ മതി. അതുപോലെ 1000 മീറ്റേഴ്സ് 1000 മീറ്റേഴ്സ് 5 മിനിറ്റിനകത്ത് 5 മിനിറ്റ് 4 സെക്കൻഡ്സിനകത്ത് ഓടിയാൽ മതി പെൺകുട്ടികൾ. അപ്പോൾ ഫിസിക്കൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളുടെ എക്സാമിൻ്റെ ഒപ്പം ജസ്റ്റ് നമ്മൾ രാവിലെ എണീറ്റൊക്കെ ഓടുകയും അല്ലെ അത്യാവശ്യം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്താൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന പരീക്ഷ തന്നെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ. അപ്പോൾ ദിശ അക്കാഡമി വളരെ സന്തോഷത്തോടു കൂടി ഈ ഇൻഫർമേഷൻസ് ഈ പുതുവർഷത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ വിവരം അറിയിക്കുകയാണ്. ദിശയ്ക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻസിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് SSC റെയിൽവേ ബാങ്കിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ആണ്. ആവശ്യമുള്ള ആളുകളെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ, ഇനി ഓൺലൈൻ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ 5 ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഓരോരുത്തരും നമ്പർ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അക്കാഡമികളിൽ വിസിറ്റ് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് ഇൻഫർമേഷൻസ് അറിയാം. അപ്പോൾ ഈ ഒരു ചാൻസ് ആരും തന്നെ മിസ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.